ജോഷുവ കെ.ബി. തൃശൂർ ജില്ലയിലെ AUPS മറുടിച്ചാൽ എന്ന സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കേരള പിറവിയെ കുറിച്ച് ഒരു എളിയ പ്രസംഗം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. നമസ്കാരം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പച്ചപ്പിന്റെയും നാടായ കേരളത്തിന്റെ ജന്മദിനമാണ് നവംബർ 1. പാടും പുഴകളും തോടും മൂടി കൂടും മാലാരണിക്കാടും നീളെ കുളിരൊളിത്തിങ്ങി എന്റെ കേരളമെന്തൊരു ഭംഗി. അതെ, എത്ര സുന്ദരിയാണ് എന്റെ കേരളം. കേറും തിങ്ങും കേരള നാട്, നമ്മുടെ സ്വന്തം മലയാള നാട്. കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കാണ് നാം മലയാളികൾ കേരള പിറവി ആഘോഷിക്കുന്നത്. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർത്ത് കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ടത്. തുഞ്ചനും കുഞ്ചനും കാവ്യമെഴുതിയ നമ്മുടെ കേരളം രൂപീകരണ സമയത്ത് 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 14 ജില്ലകളായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനമേകുന്നതാണ്. 2018ലെയും 2019ലെയും പ്രളയത്തെയും 2018 പൊട്ടിപ്പുറപ്പെട്ട നിപ്പ വൈറസിനെയും നമ്മുടെ കേരളീയർ നേരിട്ട രീതി ലോക പ്രശംസ പിടിച്ചുപറ്റിയ സംഭവങ്ങളാണ്. ഇപ്പോൾ കൊറോണ വൈറസിനെതിരുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പോരാട്ടം BBC ന്യൂസ് വരെ സംപ്രേഷണം ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനാർഹം തന്നെ. കേരളത്തിന്റെ 65ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയും ഐക്യവും നമുക്ക് തുടരുവാൻ ശ്രമിക്കാം. മലയാള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ നാടായ കേരളത്തിന്റെയും അതുവഴി നമ്മുടെ നാടായ ഇന്ത്യയുടെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.